ബുദ്ധിയുണർവിന് വ്യായാമം. ബുദ്ധിയുടെ ഉണർവിന് പ്രായഭേദമില്ലാതെ വ്യായാമം ആവശ്യമാണ്. വ്യായാമം ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടവും വ്യായാമം സജീവമാക്കുന്നു. ശരീരത്തിലെ മൊത്തം രക്തപ്രവാഹത്തിന്റെ അഞ്ചിലൊന്നും വിനിയോഗിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണെന്നറിയുക. തലച്ചോറിന് നല്ല അളവിൽ ഓക്സിജൻ ലഭിക്കുന്നതോടെ പിരിമുറുക്കം കുറയുന്നു. ശ്രദ്ധയും ഏകാഗ്രതയും കൂടുന്നു. മാത്രമല്ല തലച്ചോറിലെ കോശങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. ഇത് കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കൂട്ടുന്നു. കുട്ടികൾക്കു കഠിനമായ വ്യായാമം വൈദ്യശാസ്ത്രം ശുപാർശ ചെയ്യുന്നില്ല. സ്കൂൾ മൈതാനത്തോ വീട്ടിലോ കളിക്കാനോ സൈക്കിളോടിക്കാനോ കഴിയുന്നത് തന്നെ കുട്ടികളെ സംബന്ധിച്ച് നല്ല വ്യായാമമാണ്. ഇതിനു കഴിയാത്തവർക്ക് ചെയ്യാവുന്ന വ്യായാമം നടത്തമാണ്. ആഴ്ചയിൽ 4 ദിവസം അരമണിക്കൂർ വീതം നടക്കുന്നത് മുതിർന്നവർക്ക് എന്ന പോലെ കുട്ടികൾക്കും ബുദ്ധിയുടെ ഉണർവിന് സഹായകമാകും. ശാസ്ത്രീയമായി ചെയ്യുന്ന യോഗ ബുദ്ധിക്കു നല്ലതാണെന്ന് വിദേശ സർവകലാശാലകളിൽ നടന്ന പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുണ്ട്. പ്രാണായാമം, സർവാംഗാസനം, ശീർഷാസനം തുടങ്ങിയ ആസനങ്ങൾ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്.